സമയം 7:30 ആയിരിക്കുന്നു. മോളി പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി ചായയ്ക്കുള്ള വെള്ളം വെച്ച് ഗ്യാസ് ഓണാക്കി സ്വിമ്മിൽ വെച്ച് കുളിക്കാൻ കയറി. രാവിലെ 8 മണി ആകുന്നതിന് മുമ്പ് ഷോപ്പ് തുറന്നാലേ അല്പം കച്ചവടം കിട്ടുകയുള്ളൂ. മകനും മരുമകളും കുഞ്ഞും നാളെ വൈകുന്നേരത്തോടെ എത്തും. മോളിയുടെ മകൻ ജോണി ഊട്ടിയിൽ ഒരു സ്കൂളിനടുത്ത് ബുക്ക് സ്റ്റാൾ നടത്തുന്നു. ഭാര്യ വൈഗ അവിടെ ഒരു പ്രശസ്ത കോളേജിൽ ടീച്ചറാണ്. വൈഗയുടെ സ്കൂൾ വക വില്ലയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നതും. മകൾ മിയ വൈഗയുടെ സ്കൂളിൽ തന്നെ UKGയിലും. മോളിയുടെ ഒറ്റ മകനാണ് ജോണി. ചെറുപ്പത്തിൽ ഒരു ആക്സിഡൻറ്റിൽ പിതാവ് മരിച്ചെങ്കിലും മോളിക്ക് ഒരു പ്രൈമറി സ്കൂൾ ജോലിയുള്ളതിനാൽ ജോണിയെ MCOM വരെ പഠിപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് മോളിയുടെ വല്യച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ വർഗീസ് ഊട്ടിയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ മോളിയെ കാണാൻ വന്നതും. വർഗീസ് ജോണിയെ ഊട്ടിയിൽ കൊണ്ടുപോകുന്നതോ അവിടെ ഒരു ഓർഫനേജിൽ വളർന്ന വൈഗയെ ജോണി പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കല്യാണത്തിലേക്ക് എത്തുന്നതും. അമ്മയെ തനിച്ചാക്കി ആദ്യമൊക്കെ ഊട്ടിയിൽ പോകാൻ ജോണിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. റിട്ടയർ ആയതിനു ശേഷം ഊട്ടിയിൽ വന്ന് സെറ്റിലാക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നോക്കാം എന്ന തീരുമാനത്തിൽ ജോണി ഊട്ടിയിൽ ഭാര്യയോടൊപ്പം ജീവിതം ആരംഭിച്ചു. 48ാമത്തെ വയസ്സിൽ സ്റ്റെയർകേസിൽ നിന്ന് വീണ മോളിയുടെ ഒരു കാലിന് പൊട്ടൽ വരികയും ബാക്കിയുള്ള വർഷം സ്കൂളിൽ നിന്ന് അവധിയെടുക്കുകയും ചെയ്തിരുന്നു. മോളിയെ പരിചരിക്കാൻ വൈഗ ഊട്ടിയിൽ നിന്ന് വന്നു. ആ കാലയളവിലാണ് മോളിയുടെ രണ്ടാം ജീവിതം തുടങ്ങുന്നത്. വൈഗ അനാഥയാണെങ്കിലും അങ്ങനെ ഒരു വിഷമം അവൾക്കില്ല. കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ ഒക്കെയുമായി ഇപ്പോഴും ബന്ധമുണ്ടായിരുന്നു. വൈഗ അവധിക്കാലങ്ങളിൽ അവരുടെ ഓരോരുത്തരുടെയും ഒപ്പം അവരുടെ വീടുകളിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. എല്ലാവരുടെയും സൗഹൃദമായിരുന്നു അവൾക്ക് കിട്ടിയിരുന്നത്. ജോണി തൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് അവൾ ഒരു കന്യകയല്ലെന്നാണ്. ജോണിക്ക് ഒരു ഞെട്ടലുണ്ടെങ്കിലും അവളോടുള്ള പ്രണയത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു നിഷ്കളങ്ക കന്യകയെ കിട്ടുക അത്ര എളുപ്പമല്ലാത്തതിനാലും ജോണി അവളെ തന്നെ കെട്ടാൻ സമ്മതം അറിയിക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് വൈഗ 2 കസിന്മാരുടെ കൂടെ ടൂർ പോകുകയും അവിടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്തത് എന്ന കഥ പറയുന്നത്. പല കളികളും അവർ തമ്മിൽ നടത്തുകയും ചെയ്തിരുന്നെന്ന് വൈഗ തുറന്നു പറഞ്ഞു. വൈഗ ഒരു വിവാഹ ജീവിത സ്വപ്നം കണ്ടിരുന്നത് പോലുമില്ല. അനാഥയായ തന്നെ ഏതെങ്കിലും ഒരുത്തൻ കെട്ടും, അയാളുടെ കൂടെ ജീവിതം തീർക്കേണ്ടി വരുമല്ലോ എന്നോർത്താണ് അവൾ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുടെ കൂടെ കളിക്കാൻ ആസ്വദിച്ചു തുടങ്ങിയത്. അങ്ങനെയായിരുന്നു ജോണിയെ കാണലും ജോണി തന്നെ കല്യാണം ആലോചിക്കുന്നതും ഒക്കെ ചെയ്ത്. എന്നാൽ ശരിയായ കളികൾ അവൾ ശരിക്കും ആസ്വദിച്ചത് ജോണിയുമായുള്ള വിവാഹത്തിന് ശേഷമായിരുന്നു. ഊട്ടിയിലെ തണുപ്പിൽ അവർ മധുവിധു ആഘോഷിച്ചു. അവർക്ക് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണ് വർഗീസ് സാർ നാട്ടിലേക്ക് മടങ്ങുന്നത്. വർഗീസ് സാർ സ്കൂൾ ജീവിതത്തിന് തുടങ്ങി വെച്ച ബുക്ക് സ്റ്റാൾ ജോണിയെ ഏൽപ്പിക്കുകയും ചെയ്തത്. ബുക്ക് സ്റ്റാൾ നല്ല ലാഭത്തിൽ ആയതിനാൽ അവർക്ക് മോളിയുടെ കൂടെ നാട്ടിൽ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നില്ല. സ്കൂളിൽ നിന്ന് അവധിയെടുത്തതിനാൽ അമ്മയ്ക്കൊരു നേരം പോക്കിനായി അവർ വീടിനോട് അടുത്ത് തന്നെ ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങിയതും അവിടെ അമ്മയെ സഹായിക്കാൻ വർഗീസ് സാറിൻ്റെ മകളുടെ മകൻ അജിത്തിനെ നിർത്തുകയും ചെയ്തത്. അജിത്ത് പഠിക്കാൻ അല്പം പുറകോട്ടായിരുന്നതിനാൽ അവൻ +2 TTP പഠിക്കുകയും സാറയുടെ ബുക്ക് സ്റ്റാളിനോട് ചേർന്നുള്ള റൂമിൽ ഒരു DTP സെൻറ്റർ തുടങ്ങുകയും ചെയ്തു. വർക്കുള്ളപ്പോൾ അജിത്ത് തൻ്റെ സെറ്റിൽ തന്നെ ആയിരിക്കും. എന്നാൽ രാവിലെ ബുക്ക് സ്റ്റാൾ തുറക്കുകയും രാവിലെ 10 മണി വരെ മോളിയെ സഹായിക്കുകയും ചെയ്തു. വൈകുന്നേരം അതുപോലെ തന്നെ സ്കൂൾ ടൈമിൽ മാത്രമേ സാറയ്ക്ക് തിരക്ക് കാണൂ. മോളി 8:30 കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് കടയിൽ എത്തും പറഞ്ഞതാണല്ലോ. മോളിയുടെ കാലൊടിഞ്ഞതിന് സമയം വൈഗ പരിചരിക്കാൻ വന്നുവെന്ന്. രാത്രികളിൽ വൈഗയും ജോണിയുമായി സംസാരം ഒടുവിലെത്തുന്നത് കളികളിലായിരിക്കും. ചില നേരങ്ങളിൽ അത് മോളി കേൾക്കാറുമുണ്ട്. ജോണിയുടെ പപ്പ മരിച്ചത് പിന്നെ മോളി മറ്റൊരാളോട് കളിച്ചിട്ടില്ല ഇന്നുവരെ. മോളിയുടെ പെരുമാറ്റവും ഒതുക്കവും മറ്റും മൂലം ആരും അരുതാത്തതിനായി അവളെ സമീപിച്ചിട്ടുമില്ല. മാത്രമല്ല
ജോണിയായിരുന്നു അവൾക്കെല്ലാം. ജോണിയുടെ വിവാഹ ജീവിതം തുടങ്ങിയതിൽ പിന്നെയാണ് അവൾക്ക് ഒരു വിശ്രമം പോലും കിട്ടുന്നത്. തനിക്ക് കിട്ടേണ്ട സുഖങ്ങളെല്ലാം അവൾ ജോണിക്കായി മാറ്റിവെച്ചു. അത് ജോണിക്കും അറിയാം. ജോണി അത് വൈഗയോടും പറഞ്ഞിട്ടുണ്ട്. മോളിയും വൈഗയും ബെഡിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് വൈഗ മോളിയോട് ചോദിക്കുന്നത്, മമ്മി, പപ്പ മരിച്ചിട്ടും ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാതെ ഇരുന്നത് എന്താണ്? ജോണി എപ്പോഴും പറയും താൻ കാരണമാണ് മമ്മിയുടെ ജീവിതം വെറുതെ പാഴായതെന്ന്. സാറേ, മോളി പറഞ്ഞു, അങ്ങനെയൊന്നല്ല മോളെ, എനിക്കൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും ആയില്ല. എനിക്കെല്ലാം ജോണിയായിരുന്നു. അവനെ പഠിപ്പിക്കുക, നല്ലൊരു ജീവിതം കൊടുക്കുക എന്നായിരുന്നു എൻ്റെ ചിന്ത. മമ്മി ഇപ്പോഴും സുന്ദരിയാ. മമ്മിയെ ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടാവും. മമ്മിക്ക് കളിക്കാനുള്ള ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സത്യം പറയണം എന്നോട്. കളികൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും രണ്ടാം സ്ഥാനത്താണ്. ആദ്യം ജോണിയുടെ കാര്യം, പിന്നെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കാണുമ്പോഴാണ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഓർക്കുന്നത്. മമ്മി, എന്നെക്കുറിച്ച് എന്തെങ്കിലും ജോണി മമ്മിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാനൊരു 22 വയസ്സിനുള്ളിൽ തന്നെ കളികളെല്ലാം ആസ്വദിച്ചിരുന്നു. അതു ഞാൻ കല്യാണത്തിന് മുമ്പേ ജോണിയോട് പറയുകയും ചെയ്തിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മമ്മിക്കും ഇനിയും അതാവാം എന്നാണ്. മോളി ഞെട്ടലോടെ തൻ്റെ മരുമകളെ ഒന്ന് നോക്കി. നീ എന്താണ് പറയുന്നത്? ഇതൊരു വലിയ പട്ടണമൊന്നുമല്ല. മാത്രമല്ല എന്നെ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ എളുപ്പമാണ്. ഈ ഒരു പ്രായത്തിൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ. ഈ പ്രായമോ? മമ്മിയെ കണ്ടാൽ ഇപ്പോഴും എത്ര സുന്ദരിയാ. എനിക്ക് വളരെ അസൂയ തോന്നുന്നുണ്ട്. പിന്നെ ചീത്തപ്പേരിൻ്റെ കാര്യം ഓർത്ത് മമ്മിക്ക് താല്പര്യക്കുറവ് അല്ലേ? അല്ലാതെ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല കൊച്ചു കള്ളി. മരുമകൾ അമ്മായിയമ്മേൻ്റെ തോളിൽ ഒന്ന് അടിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞവർ ഇരുന്നു. മോളിയുടെ കാലിലെ പ്ലാസ്റ്റർ വെട്ടി ഒരുവിധം നടക്കാനായപ്പോൾ വൈഗ ഒരു വേലക്കാരിയെ മോളിയെ സഹായിക്കാൻ ഏർപ്പാടാക്കിയിട്ട് ഊട്ടിക്ക് പോയി. അവൾ അവിടെ ചെന്ന് ഒരു രാത്രി മോളിയോട് സംസാരിച്ച കാര്യങ്ങൾ ജോണിയെ അറിയിച്ചു. നീ എന്തിനാണ് മമ്മിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പോയത്? നമ്മളെപ്പോലെ തുറന്ന ചിന്താഗതിയൊന്നും മമ്മിക്കില്ല. മമ്മിക്കാകെ വിഷമമായി കാണും. മമ്മിക്ക് വിഷമമൊന്നും ആയില്ല. പിന്നെ ജോണി കൂടെ കൂടെ പറയാറില്ലേ ജോണിക്കായി മമ്മി ജീവിതം ഹോമിച്ചെന്ന്. അപ്പോൾ ഈ ഒരു ജീവിതം സാഹചര്യത്തിലെങ്കിലും മമ്മിക്കെങ്കിൽ സന്തോഷം കിട്ടുമല്ലോ. അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. അതൊക്കെ ശരി തന്നെയാണ് നീ പറയുന്നത്. മമ്മിക്ക് ഈ പ്രായത്തിൽ നമ്മൾ കല്യാണം ആലോചിക്കുന്നത് എങ്ങനെയാ? ഇനി ഒരു കല്യാണത്തിന് മമ്മി സമ്മതിക്കുമെന്ന് തോന്നില്ല. മമ്മിക്ക് ഉള്ളിൽ താല്പര്യം, അതിലുപരി പേടിയും ഉണ്ട് കേട്ടോ. ജോണി, മമ്മിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ശരീരം അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെയുള്ള സമയത്ത് ജോണി വിളിച്ചിരുന്നപ്പോൾ എൻ്റെ സംസാരം കേട്ട് മമ്മി ചുണ്ട് നനച്ചിരുന്നു. കാലുകൾ ഇറുക്കി പിടിക്കുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ. നീ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു വഴി കിട്ടും. നമുക്കായി മാറ്റിവെച്ച ജീവിതം ഒന്ന് മമ്മിക്ക് നമ്മൾ തിരികെ കൊടുക്കണം. എങ്ങനെയാണ്? വഴിയെ ആലോചിക്കാം. മോളി മക്കളുടെ നിർദ്ദേശപ്രകാരം ഊട്ടിയിൽ നിൽക്കുവാൻ പോയി. മോളിയുടെ മുന്നിൽ വെച്ച് തന്നെ ജോണിയുമായി വൈഗ അടുത്തിടപഴകുന്നത് മോളിയിൽ ചലനങ്ങൾ ഉണ്ടാക്കി. ജോണിക്ക് തൻ്റെ മമ്മിയുടെ മുന്നിൽ വെച്ച് വൈഗ കെട്ടിപ്പിടിക്കുന്നതും മറ്റും ഇഷ്ടമല്ലെങ്കിലും വൈഗയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്നറിയാൻ ഒന്നും മിണ്ടിയില്ല. മാത്രമല്ല കല്യാണം ശേഷം ജോണിയെ തൻ്റെ കൂട്ടുകാരനായ പല ടീച്ചർമാർക്കും മറ്റു പരിചയപ്പെടുത്തി കൊടുത്തു. അതുവഴി അവരോട് ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാവുകയും വൈഗയ്ക്ക് അതറിയാവുന്നതുമാണ്. പുറകിലെ സ്റ്റോറിലിട്ട് ഹൗസ് ഓണറുടെ വൈഫിനെ ജോണിയും